അയാളൊരു വരവ് വരുമെന്റെ മത്തായിച്ച. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാരെ. വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്റെ ജീവിതത്തിൽ ഇതാകത്ത ഒരു വയലൻസ് മൂവി ഞാൻ കണ്ടിട്ടില്ല. വയലൻസ് വയലൻസ് വയലൻസ്. എടി തങ്കി ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ഓണസ്റ്റ്ലി ടെല്ലിങ് മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും ബ്രൂട്ടൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ഐ ഗീവ് ദം റൈഡ് ഓഫ് ദ ലൈഫ്. ഈ വലിയവനാടാ വലിയവൻ. ചോര തെറിക്കും, നമുക്ക് തന്നെ മനസ്സിന് കട്ടുള്ളത് കാണരുത്. അതിനപ്പുറം മനസ്സിന് കട്ടുള്ളത് കാണരുത്. ഭയങ്കരം തന്നെടൂ, സമ്മതിച്ചു. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഉണ്ണിമൂന്നന്റെ ലുക്ക് സാഗ് ചോര കൊണ്ട് കുളിക്കുക അതിനകത്ത്. നീയാളൊരു മഹാനായി മാറി. അതെ, BGM ആയാലും സോങ് ആയാലും എല്ലാത്തിന്റെ പ്ലേസ്മെന്റ് ആയാലും ഫൈറ്റ് ആയാലും ഇതിനകത്ത് ഒന്നും പറയില്ല, ഒന്നും പറയില്ല. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. അഭിമാനം തോന്നുന്നു. പ്രതീക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം, പക്കാ സാധനം. നമ്മള് ഇത്രയും വയലൻസ് പ്രതീക്ഷയില്ല. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? പറഞ്ഞു കേട്ടതിനും ഗംഭീരം, അത്യുഗ്രൻ. മലയാള ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സാധനം, ഇത്രയും വയലൻസിൽ വരുന്ന ആദ്യത്തെ സാധനം ഇത്. ഇപ്പൊ ഈ കരയില് ഒരേ ഒരു പ്രമാണിയുള്ളൂ. ആരാണ് ചോദിക്കേ? ആരാ? ഞാൻ തന്നെ. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? ഫോളോ ചെയ്തേക്കണേടാ പൊന്നു മോനെ. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം.